കോളേജിൽ പഠിക്കുമ്പോൾ റാമ്പ് വോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വാവയുടെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ അധികം കേട്ടിട്ടില്ലല്ലോ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ടി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുന്നില്ല. ആക്ച്വലി ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി കമ്പൽ ചെയ്തിട്ടാണ് ഞാൻ വന്നത് തന്നെ. ഇവരുടെ സർവീസ് ഭയങ്കര സൂപ്പറാണ്. നമ്മളെ ഭയങ്കര കെയർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത് വളരെ റെയർ ആണല്ലോ. അപ്പോൾ അത് ഷോക്കേസ് ചെയ്യാൻ പറ്റി. വി എൻജോയ്ഡ്. എങ്ങനെയുണ്ട് ഈ ഒരു ടൈമിലെ എക്സ്പീരിയൻസ്? അടിപൊളി. ആക്ച്വലി ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്താ പറയുക, ഇത് കണ്ടക്ട് ചെയ്ത കിൻഡർ ഹോസ്പിറ്റലിനോടും പിന്നെ അതിൻ്റെ കോർഡിനേറ്റേഴ്സിനോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെന്താ, ഭയങ്കര ഹാപ്പി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഈ ടൈമിൽ കിട്ടിയത്. കാരണം പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അല്ലേ ഫസ്റ്റ് മനസ്സിലോട്ട് വരുന്നത്. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കരിയറിലാണെങ്കിലും എനിക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റി. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. 7th month. ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ റാമ്പ് വോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വാവയുടെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ ടൈമിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ഇപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പം ആ ടൈമിൽ ഈ ഷോ ഇല്ലല്ലോ. സോ എല്ലാം കൊണ്ടും ലക്കിയായിട്ട് തോന്നുന്നു. അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഹാപ്പിയാണ്. എത്രാമത്തെ മന്താ? എനിക്ക് 8 മന്ത്. അതെ. വളരെ നല്ലതാണ്. കാരണം നമ്മൾ അധികം കേട്ടിട്ടില്ലല്ലോ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ടി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുന്നില്ല. സാധാരണ അല്ലാതെ ടീനേജേഴ്സിനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇതിപ്പോൾ നമുക്കൊരു എല്ലാം വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വളരെ ബ്ലെസ്സിങ്ങാണ്. അപ്പം കിൻഡറിന് താങ്ക്സ് പറയണം. നമ്മൾ സാധാരണ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറേ ഉള്ളൂ. പക്ഷേ ഇതിൽ കണ്ടിട്ട് മോനെന്ത് പറഞ്ഞു? അവനെ ഹാപ്പിയാണ്. അവൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ ഔട്ട്ഫിറ്റിലൊക്കെ നമ്മൾ ഫസ്റ്റാണ് ചെയ്യുന്നത്. ഇവൻ്റെ സമയത്ത് പോലും നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. സെലിബ്രേഷൻ മോഡ് ശരിക്കും ഭയങ്കര ത്രില്ലിംഗ് ആണ്. നൈസ്. ലൈക്ക് ഐ എം വെയിറ്റിംഗ് ഫോർ ദ റാമ്പ് വോക്ക് നൗ. ഇങ്ങനെ ഒരു ടൈമിൽ ലൈക്ക് വി ആർ 3 months ആയിട്ട് നോസിയേറ്റഡ് ആണ്. പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലെഷർ ടു ബി ഹിയർ. നൈസ്. താങ്ക് യു കിൻഡർ ഫോർ പ്രൊവൈഡിങ് സച്ച് എൻ ഓപ്പർച്യൂണിറ്റി. എങ്ങനെയുണ്ട് ഇവിടുത്തെ സെലിബ്രേഷൻ മോഡ്? നല്ല സെലിബ്രേഷനാണ്. അതായത് നമ്മൾ ഇത്ര നേരം വീട്ടിൽ കുറേ 9 മാസമായിട്ട് വീട്ടിൽ തന്നെയാണ്. പുറത്തിറങ്ങാനൊരു അവസരം കിട്ടിയതാണ്. അപ്പോൾ ഒരു ഏഞ്ചലിനെ പോലൊക്കെ ഇറങ്ങാൻ പറ്റുകയെന്ന് വെച്ചാൽ സന്തോഷമായിട്ട്. 9ാമത്തെ മാസം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടൊരു കിട്ടിയൊരു അവസരമാണ്. സന്തോഷമായിട്ട്. സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണം. ഡോക്ടേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ കുഴപ്പമില്ല. എത്രാമത്തെ മന്ത്? 7th month. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ പ്രഗ്നൻ്റ് അല്ലാത്ത ടൈമിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു വാക്ക് ചെയ്യും. പക്ഷേ ഇപ്പോൾ അതിനുള്ള അവസരം കിട്ടി. ഇപ്പോഴാണ് കിട്ടിയത്. ലക്കിയാണ്. അതെ. ശരി. ചേട്ടൻ വന്നിട്ടില്ല? ഇല്ലില്ല, വരും. Going good, like full of spirit. Expected line because I think it's one of a kind in India. So yes, let's celebrate pregnancy. ബ്രൈഡ് ആണോ പ്രഗ്നന്റ് വുമൺ ആണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ്. എത്രാമത്തെ മന്താ? 7th month. എങ്ങനെയുണ്ട് ഇവിടുത്തെ സെലിബ്രേഷൻ മോഡ്? നല്ല രസമുണ്ട്. വി ആർ സോ ഹാപ്പി ബിക്കോസ് ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഫീൽ സോ ഹാപ്പി. ഈ ഒരു ടൈമിൽ ഒരു റോംബൊക്കെ പ്രതീക്ഷിച്ചു? അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല. ലാസ്റ്റ് ഇത്ര ഇയേഴ്സ് ആയിട്ട് ഒരിക്കലും ഈ സമയത്ത് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആങ്സൈറ്റി ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഐ എം ഹാപ്പി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മദേഴ്സ് ഡേ ആയിട്ട് ഓക്കെ. അല്ല, എങ്ങനെ ഒരു ഈ ഒരു എത്ര മന്ത്? 5 months. ഓക്കെ, 5 monthsലൊരു റാംബാക്ക് ഒക്കെ ചെയ്തിട്ട് പ്രതീക്ഷിച്ചില്ല. ചേട്ടാ എങ്ങനെയുണ്ട് ചേച്ചീനെ സ്റ്റേജിൽ കണ്ടിട്ട്? നല്ലായിരുന്നു. പുതിയ എക്സ്പീരിയൻസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേജിൽ കാണുന്നത്. അപ്പോൾ ഇവർക്കും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം എങ്ങനെ. ഹാപ്പി മദേഴ്സ് ഡേ. ഓക്കെ, മദേഴ്സ് ഡേ ആയിട്ട് റാമ്പിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റാമ്പ് വാക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അതും ഇങ്ങനെ ഒരു അവസ്ഥ അതെ അതെ. എന്ത് തോന്നി ചേട്ടന് സ്റ്റേജിൽ കണ്ടിട്ട്? അതെ ഇറ്റ് വാസ് എ യുണീക്ക് എക്സ്പീരിയൻസ്. ആക്ച്വലി ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി കമ്പൽ ചെയ്തിട്ടാണ് ഞാൻ വന്നത് തന്നെ. കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നേരത്തെ ഇല്ല നമ്മൾ. അപ്പോൾ പുള്ളിയുടെ സപ്പോർട്ട് കാരണമാണ് വന്നത്. അപ്പം വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കൊക്കെ ഭയങ്കര ചെയർഫുള്ളായിട്ടുള്ള ഗ്രൂമേഴ്സ് ആണെങ്കിലും കിൻഡർ ഹോസ്പിറ്റലിനൊരു ബിഗ് താങ്ക് യു. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. നമ്മൾ ഒത്തിരി പോസിറ്റീവായിരുന്നു. നമ്മളെ പോലെയുള്ള കുറേ എന്നാലും എനിക്ക് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഇവിടെ മെഡിക്കൽ ഇതുണ്ടായിരുന്നു, ഇഞ്ചക്ഷനും ഒക്കെ തന്നു. എല്ലാ രീതിയിലും നല്ലതായിരുന്നു. റാമ്പിൽ കയറിയപ്പോൾ എന്ത് തോന്നി? റാമ്പിൽ കയറിയപ്പോൾ മ്യൂസിക് കേട്ടപ്പോൾ നമ്മളാളാകെ മാറി. എന്താ പറയുക, നല്ല എന്താ പറയുക, നമുക്ക് പറയാമല്ലോ നമ്മുടെ ബേബിയോട് വരുമ്പോൾ വേൾഡ് റെക്കോർഡിൻ്റെ വേൾഡ് റെക്കോർഡിൽ നീ ഒരു പാട്ടായിരുന്നു. ചേട്ടനെ കണ്ടിട്ട് എന്ത് തോന്നി ചേച്ചിയുടെ സ്റ്റേജിൽ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ആക്ച്വലി വിചാരിച്ചില്ല. പക്ഷേ റാമ്പിൽ വോക്ക് ചെയ്യാൻ പറ്റി നല്ലോണം. റൗണ്ട് കുറച്ച് ടഫായിരുന്നു ഒരു 30 സെക്കൻഡ് ടൈം മിനിറ്റിൽ. പക്ഷേ എൻജോയ് ചെയ്തു നല്ല. താങ്ക് യു. ബുദ്ധിമുട്ടൊന്നുമില്ല, ഹാപ്പി ആയിട്ടാണ്. ചേട്ടൻ എന്ത് പറഞ്ഞു സ്റ്റേജിൽ കണ്ടിട്ട്? അയാളും ഹാപ്പിയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല ഇതൊക്കെ ആയിട്ട് റാമ്പ് ചെയ്തിട്ട് എന്ത് തോന്നി? ഭയങ്കര ഹാപ്പി ആയിരുന്നു, സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു ചാൻസ് ആദ്യമായിട്ടാണ് കിട്ടണം. വേറെ ഹോസ്പിറ്റലാരൊന്നും ഇതുപോലെ പ്രോഗ്രാം ഒന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പം കിൻഡറുകാർ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിൽ ഭയങ്കര സന്തോഷം. എൻജോയ് ചെയ്തു ഇടെ. നല്ലായിരുന്നു, അടിപൊളി നല്ല എക്സ്പീരിയൻസ്. സ്റ്റേജ് കണ്ടിട്ട് അടിപൊളിയായിരുന്നു, രസമായിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ ആയിട്ടല്ല ആവയൊക്കെ ആയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് എന്ത് തോന്നി? ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. ഫസ്റ്റ് റൗണ്ട് പാസ്സാവും സത്യത്തിൽ വിചാരിച്ചില്ല. സെക്കൻഡ് റൗണ്ട് പാസ്സായപ്പോൾ 30 സെക്കൻഡ് കുറച്ച് കുറവായിട്ട് തോന്നി. ബാക്കി പറയാൻ പറ്റില്ല. ഇല്ല മനസ്സിൽ വിചാരിച്ചത് പുറത്തേക്ക് വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോഴേക്ക് ടൈം കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ. ഈ ഒരു പീരീഡിൽ ഒരു റാമ്പൊക്കെ ചെയ്തിട്ട് അതെ, നല്ല സന്തോഷം. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഒരിക്കലും. ഇല്ല പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ചും ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ഇവരുടെ സർവീസ് ഭയങ്കര സൂപ്പറാണ്. നമ്മൾ ഭയങ്കര കെയർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. വരുന്ന മൊമെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇത് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് അവർ ചെയ്തു. നല്ല രസം, ക്ഷീണിച്ചു. മദേഴ്സ് ഡേ ആയിട്ട് ഒരു റാമ്പൊക്കെ ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് സെക്കൻഡ് റൗണ്ടിലേക്ക് കയറി, തേർഡ് റൗണ്ട് ഔട്ടായി. പക്ഷെ എന്നാലും എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നമുക്ക് ഇങ്ങനെ ഇത്രയും ആൾക്കാരും എല്ലാവരും ആദ്യമായിട്ടാണ്, മീൻസ് പ്രഗ്നൻസിയിൽ നമ്മൾ കുറച്ചൊരു മടിയാണല്ലോ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ചൊരു ടൈമിലാണ്. അതെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ചേട്ടൻ എന്ത് തോന്നി കണ്ടിട്ട്? അത് നല്ലതായിരുന്നു. ഇറ്റ്സ് ലൈക്ക് നമ്മളിങ്ങനെ കുറച്ചും കൂടി ഫൺ ആക്ടിവിറ്റീസ് പ്രഗ്നൻ്റ് ആയിട്ട് സോഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ റാമ്പൊക്കെ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? രണ്ടുപേരും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത് വളരെ റെയർ ആണല്ലോ. അപ്പോൾ അത് ഷോക്കേസ് ചെയ്യാൻ പറ്റി. വി എൻജോയ്ഡ്. ഈ ഒരു പീരീഡിൽ ഇങ്ങനെ ഒരു റാമ്പൊക്കെ ഒരാളും പ്രതീക്ഷിക്കുന്നതല്ല. അതെ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. എന്ത് പറഞ്ഞു ഇതിന് പോകാൻ? വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വീട്ടിൽ സപ്പോർട്ടീവ് ഒക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുന്ന ആളാണ്. എൻ്റെ മാഡത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് ഈ സെക്കൻഡ് റൗണ്ട് വരെ എത്താൻ പറ്റി. അത് തന്നെ വലിയ കാര്യം.